ഇനി അതിൻ്റെ മണം ഇങ്ങോട്ട് കേട്ടാലേ എന്നാ സൂപ്പറാണെന്നറിയോ. എല്ലാവരും ഒരു പറ അരിയുടെ ചോറുണ്ണുമെന്നൊക്കെ എല്ലാവരും പറയും. ഞാൻ ഏതായാലും ആ വീട്ടിലൊന്നും പറയത്തില്ല. കാരണം ഒരു പറ അരിയുടെ ചോറുണ്ണുന്നത് ആനയാണ്. ആനയ്ക്ക് ഈ പറഞ്ഞ കറികളൊന്നും ആവശ്യമില്ല. നമ്മൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറി കൂട്ടി നമ്മുടെ ആവശ്യത്തിന് അറിയാതെ നമ്മൾ ഭക്ഷണം കഴിക്കുക. അതാണ് അതിൻ്റെ ആ ടേസ്റ്റ്. ഓക്കെ, ബൈ ബൈ. എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് സബ്സ്ക്രൈബും കമൻസും ഒക്കെ തന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. പ്രിയപ്പെട്ട എൻ്റെ ഗോൾഡൻ ടേസ്റ്റ് കൂട്ടുകാർ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇന്ന് നമുക്കൊരു കുമ്പളങ്ങയൊക്കെ വെച്ചൊരു ഓലം വെച്ചാലോ. തേങ്ങാപ്പാലൊക്കെ ചേർത്ത് അരയ്ക്കേണ്ട വേഗം തന്നെ ആകുന്ന ഒരു പരിപാടിയാണ്. അതിനായിട്ട് ഞാൻ കുറച്ച് ഒരു പീസ് കുമ്പളങ്ങ എടുത്ത് ചെത്തി ഇതുപോലെ വെച്ചിട്ടുണ്ട്. പിന്നെ 2 വാഴയ്ക്ക ഏത്തക്കായ എടുത്ത് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ 2-3 വെണ്ടയ്ക്കായും എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3-4 പച്ചമുളക്, ഇച്ചിരി എരിവ് വേണം ഈ കറിക്ക്, അതുകൊണ്ടാണ്. ഇച്ചിരി പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞ് ഉരുളക്കിഴങ്ങും. അച്ചിങ്ങാപ്പയർ വേണ്ടതാണ്, അച്ചിങ്ങാപ്പയറില്ല. അപ്പം നമുക്ക് പിന്നെ കറി വെക്കാം. ഓക്കെ, പോന്നോളൂ. കാണാനും കേൾക്കാനും കറി കൂട്ടാനും ഒക്കെ. ഓക്കെ, ഞാൻ ഇനി അരിയട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാധനങ്ങളൊക്കെ അരിയേണ്ടത് ഇങ്ങനെ ഇത്രയും കനം കുറച്ച് വേണം നമ്മൾ അരിയാൻ കേട്ടോ. അങ്ങനെയാണ് എല്ലാ സാധനങ്ങളും. ഇത് കണ്ടോ, നമ്മുടെ വാഴയ്ക്കായ ആയാലും നമ്മൾ അങ്ങനെയാണ് ഇരിക്കുന്നത്. ഒരേ സ്റ്റേജിലാണ് നമ്മൾ എല്ലാ സാധനങ്ങളും അരിഞ്ഞിരിക്കുന്നത്. ഈ ഉരുളക്കിഴങ്ങ് വരുന്നതിന് ചെറിയൊരു പ്രത്യേകതയുണ്ട്. ഇച്ചിരി കൊഴുപ്പമൊക്കെ നമ്മുടെ കറിക്ക് ഇട്ട് നമ്മൾ വേറെ ഒരു സാധനം നമ്മൾ ചേർക്കുന്നില്ല. എരിവ് മാത്രമേ ഇതായിട്ട് നമ്മൾ ചേർക്കുന്നുള്ളൂ. പിന്നെയുള്ളത് തേങ്ങാപ്പാലാണ്. അപ്പോൾ നമ്മുടെ കറിക്ക് ചെറുതായിട്ടൊരു കൊഴുപ്പ്, ഇച്ചിരി കൊഴുപ്പൊക്കെ നല്ല ടേസ്റ്റാണ് പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുമ്പോഴേ. അപ്പോൾ ഞാനിതെല്ലാം അരിഞ്ഞു വെച്ചു. ഇത് വെണ്ടയ്ക്കയാണ്. ഈ വെണ്ടയ്ക്ക മാത്രം ഞാൻ അതിനകത്തോട്ട് ഇടുന്നില്ല. ബാക്കി എല്ലാ സാധനവും ഞാൻ അതിനകത്തോട്ടൊന്ന് ഇടുവാണ്. നമ്മളെല്ലാ സാധനങ്ങളും ഇട്ടിട്ട് തേങ്ങാപ്പാലും ചേർത്ത് ആ 1-ാം പാൽ നമ്മളെടുത്ത് മാറ്റി വയ്ക്കുക. അത് വാങ്ങാനാകുമ്പോഴാണ് നമ്മൾ ഒഴിക്കുക. ഇത് 2-ാം പാലാണ് ഇതിനകത്തോട്ട് ചേർത്ത് നമ്മൾ അടുപ്പത്തോട്ട് വയ്ക്കുന്ന. ഉപ്പും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മളിത് അടുപ്പത്ത് വയ്ക്കും. ഓക്കെ, നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് കരിവേപ്പില ഇട്ട് കരിവേപ്പില ഇട്ടു. ഇനി ഞാനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. അങ്ങനെ നെരുക്കെന്ന് പറയുമ്പോൾ വെള്ളം ഒഴിക്കണം. എങ്കിലേ നമുക്കത് പറ്റി വരുമ്പോൾ എല്ലാം നന്നായിട്ട് ഉടഞ്ഞ് നല്ല ഇതായിട്ട് വരുള്ളൂ. അപ്പം നമ്മളിത് എല്ലാം ചേർത്തു. നമ്മളിത് അടുപ്പത്ത് വെച്ച് മൂടി തീ കത്തിക്കുക. ഓക്കെ, വെണ്ടയ്ക്ക ചെയ്യുന്നതുകൊണ്ടെങ്കിൽ ഞാൻ വെളിച്ചെണ്ണയൊക്കെ ചേർക്കാം. ഞാനിതിനെ വഴറ്റിയെടുക്കും. അല്ലെങ്കിൽ നമ്മൾ ആ കറി നമ്മൾ കൂട്ടില്ല. കാരണം ഇതിൻ്റെ ഇഴുക്കൽ അതിനകത്തോട്ട് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് കൂട്ടാൻ കൊള്ളുകയില്ല. അപ്പോൾ ഇതിൻ്റെ ഇഴുക്കൽ നമ്മൾ ഈ എണ്ണ ചൂടാക്കി ഇതിനകത്തോട്ട് ഒഴിച്ച് ഇത് വഴറ്റി ഇങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ ഇഴുക്കൽ അങ്ങോട്ട് കുറയും. പിന്നെ ഞാനിതൊന്ന് വഴറ്റിയെടുക്കട്ടെ. ഇത് വെള്ളമൊക്കെ നല്ലോണം പറ്റി ഇത് ചട്ടിക്കകത്ത് ഇങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞാനിനി ഇത് ഈ വെണ്ടയ്ക്ക വറുത്തത് കണ്ടോ അതുപോലെ വഴറ്റണം. എന്നാലേ അത് അതിൻ്റെ ഇഴുക്കലങ്ങ് പോകുള്ളൂ. അപ്പോൾ അത് ഞാൻ അതിനകത്തോട്ട് ചേർത്തു. ഇനി ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തേച്ച് തേങ്ങാപ്പാൽ ഇത് നിറത്തിനൊരു ഭംഗി വന്നില്ല. കാരണം എന്നാണെന്നറിഞ്ഞോ, ഈ 1-ാം പാൽ ഒഴിക്കാനിട്ടാണ്. അപ്പം ഞാനിതൊക്കെ കൂടെ ഇത് ഞാനങ്ങോട്ട് ഒഴിക്കുക. 1-ാം പാലിൻ്റെ ഭംഗി രുചി നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതുകൂടി ഒഴിച്ച് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് കയ്യൊന്ന് തിളയ്ക്കുമ്പോൾ ഞാനിങ്ങോട്ട് വാങ്ങാം. ഇത് കഴിയുമ്പോൾ ഇച്ചിരി ആറി കഴിയുമ്പോൾ ഈ ചാറൊന്നും അധികം കാണത്തില്ല. കണ്ടോ, നല്ല കൊഴുപ്പുമായി. ചോറുണ്ണാനാണെങ്കിലും അടിപൊളിയാണ്. പിന്നെ സൂപ്പർ. അതിൽ പയ്യൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ ഞാനത് വാങ്ങിയിട്ട് പിന്നെ വേറൊരു മന്ത്രവും കൂടെ ചെയ്യാനുണ്ട്. നല്ലപോലെ തിളച്ചു.
ഇനി ഞാനിത് വാങ്ങി വെക്കുക. ഓക്കെ, ഓഫാക്കി, തീ ഓഫാക്കി. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു ശകലം പച്ച വെളിച്ചെണ്ണയും കൂടി ഇട്ടിയും. അപ്പോഴാണ് അതിൻ്റെ നല്ലൊരു ടേസ്റ്റിങ് വരിക. ഒത്തിരി വേണ്ട, തേങ്ങാപ്പാലല്ലേ ചേർത്ത്, അതുകൊണ്ട് ശകലം പച്ച വെളിച്ചെണ്ണ അതോട് ചേർത്ത് നമ്മൾ സൂപ്പറായിട്ട് നമുക്കിന്ന് ചോറ് കഴിക്കാൻ. ഈ കറി ഇച്ചിരി മീൻ വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ എമ്പടി മതി. പിന്നെ ഒരു പുളിക്ക് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി അച്ചാർ കൂടി അതിൻ്റെ അരികിൽ നമ്മൾ വെച്ചാൽ മതി. ഓക്കെ, ബൈ ബൈ.